വരും തലമുറയ്ക്ക് വേണ്ടി അത് ശേഖരിച്ചു വയ്ക്കുക, അതിനെ മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണോ അല്ലെങ്കിൽ പഠിക്കത്തക്കവണ്ണോ അതിനെ ഗവേഷണ ബുദ്ധിയ അന്വേഷിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകം പോലെ പ്രയോജനപ്പെടത്തക്ക നിലയിൽ അതിനെ നമുക്ക് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളം ആ കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവപൂർവമായ ഒരാലോചന നടത്തണം. അത് ആവശ്യമാണ്. ഏത് രീതിയിലാണോ അത് രൂപകൽപ്പന ചെയ്തത് ആ ഒരു മാനസികമായ വലിയ ഒരു കരുത്തോടുകൂടി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഹൃദയപക്ഷം ചേർന്ന് അതിനെ വീണ്ടും സംരക്ഷിക്കുകയും അതിനെ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തുകയും ചെയ്യാനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. അടുത്ത ഒരു 50 വർഷം കഴിയുമ്പോൾ ആ തലമുറ എങ്ങനെയായിരുന്നു ഇന്നലത്തെ കേരളം, നമ്മൾ കടന്നു വന്ന വഴി എന്താണ്, നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ സ്വത്വം എന്തായിരുന്നു, പൈതൃകം എന്തായിരുന്നു നമ്മുടെ ഗ്രാമങ്ങൾ, നമ്മുടെ ഒരു ജീവിതക്രമം എങ്ങനെയായിരുന്നു എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഹാരപ്പ മോഹൻജദാരോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാണയങ്ങൾ തപ്പിയെടുത്തിട്ട് അത് നമ്മൾ കുഴിച്ചെടുത്തിട്ട് അത് കിട്ടുമ്പോൾ അതിൽ കൂടി അവരുപയോഗിച്ച കല്ലിന് പകരം അവരുപയോഗിച്ച ഇരുമ്പ് സാധനങ്ങളിലൂടെ അതുപോലെ തന്നെ അവർ ഉപയോഗിച്ച ഓരോരോ സാധനങ്ങളെ പിന്നെ വീണ്ടും നമ്മൾ അതിനെ ശാസ്ത്രീയമായിട്ട് വിലയിരുത്തിക്കൊണ്ടാണ് അവരുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെയായിരുന്നു അവർ ജീവിച്ചതെന്ന് ഏതാണ്ടൊരു നിഗമനത്തിൽ എത്തിച്ചിരുന്നത്. വരുന്ന ഒരു 50 വർഷം, ഒരു 100 വർഷം കഴിയുമ്പോൾ കേരളം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ശേഷിപ്പുകൾ, ചില തിരുശേഷിപ്പുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കവി കെട്ടി സൂക്ഷിക്കേണ്ടതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ശീലവും സമ്പ്രദായവും ഒരുപക്ഷെ വേണ്ട രീതിയിലില്ല. നമ്മൾ ഇപ്പോൾ പുരാവസ്തു വകുപ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചില സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. അതിനപ്പുറത്ത് ഇപ്പോൾ നമ്മളുടെ ജീവിതക്രമവുമായി ബന്ധപ്പെട്ട പഴയ ഒരു അടുക്കള, അപ്പോൾ കേരളീയ ജീവിതത്തിൽ ഒരു 75 വർഷം മുമ്പുള്ള ഒരു കേരളത്തിൻ്റെ അടുക്കള എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ രൂപം, അതിൻ്റെ ഭാവം, അത് എങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, പതാമ്പുറം എങ്ങനെയായിരുന്നു, അവിടെ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ നമ്മൾ വെച്ചിരുന്ന ഉറി എങ്ങനെയായിരുന്നു, തേങ്ങാ ചിരകിയിരുന്ന ചിരവ എങ്ങനെയായിരുന്നു, നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെ ഒരു സ്വഭാവം എന്തായിരുന്നു, ഇതൊക്കെ വെച്ചിട്ടാണ്, ഇതിനെയൊക്കെ ഓരോന്നിനെയും വെച്ചിട്ടാണ് നമുക്ക് ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ കഴിയുന്നത്. പക്ഷേ അത് നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു കൃത്യമായ ഒരു സൂക്ഷിപ്പ് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി അത് ശേഖരിച്ചു വയ്ക്കുക, അതിനെ മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണോ അല്ലെങ്കിൽ പഠിക്കത്തക്കവണ്ണോ അതിനെ ഗവേഷണ ബുദ്ധിയ അന്വേഷിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകം പോലെ പ്രയോജനപ്പെടത്തക്ക നിലയിൽ അതിനെ നമുക്ക് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളം ആ കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവപൂർവമായ ഒരാലോചന നടത്തണം. അത് ആവശ്യമാണ് എന്ന് വ്യക്തിപരമായി ഞാൻ എൻ്റെ ഒരു എളിയ അപേക്ഷ കൂടി അല്ലെങ്കിൽ ഒരു അഭിപ്രായം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം ഓണാട്ടുകരയിൽ ഇതിന് ഞാൻ ഉപോത്ബലകമായി എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഓണാട്ടുകര എന്ന് പറയുന്ന ഒരു കാർഷിക ഭൂമിയെ അവിടുത്തെ കാർഷികോപകരണങ്ങൾ, അവിടുത്തെ വീട്ടുപകരണങ്ങൾ, അവിടെ ഉപയോഗിച്ചിരുന്ന അടുക്കള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ അളവ് തൂക്ക ഉപകരണങ്ങൾ, ഇവയെല്ലാം സമാഹരിച്ചുകൊണ്ട് ഏതാണ്ട് 10-300-ലധികം വിവിധങ്ങളായ ഇതുപോലെയുള്ള സാധനങ്ങൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പണം കൊടുത്തും അല്ലാതെയും സമാഹരിച്ച് മാവേലിക്കരയിലെ വികസന ബ്ലോക്ക് ഓഫീസിൽ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി അന്നത്തെ ഭരണസമിതി ഒരു കേന്ദ്രാവിഷ്കൃതമായ ഒരു ഫണ്ട് അതിന് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 7-8 കോടി രൂപ അതിന് ചെലവഴിച്ചു എന്നാണ് എൻ്റെ. പക്ഷേ അത് അതിമനോഹരമായി അത് ചെയ്തു. വള്ളം, കലപ്പ, അതുപോലെ തന്നെ പഴയ ഏറുമാടം, നമ്മുടെ ഏറുമാടം എന്ന് പറയുന്ന ഈ കച്ചവടം നടത്തുന്ന ബീഡി തീർപ്പും അതുപോലെ തന്നെ പഴക്കൊലയും നമ്മുടെ ബീഡിപ്പെട്ടിയൊക്കെ സൂക്ഷിച്ചു വെച്ച് അങ്ങനെ കച്ചവടം നടന്നിരുന്ന ഒരു ഏറുമാടം പോലും അത് അവിടെ മറ്റുള്ളവർക്ക് പുതിയ തലമുറയ്ക്ക് കാണുവാൻ വേണ്ടി പ്രദർശിപ്പിക്കുകയുണ്ടായി. പക്ഷേ അത് അതിൻ്റെ ഒരു വലിയ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് ആ ഒരു ഭരണസമിതി മാറി ഒരു പുതിയ ഭരണസമിതി വരുമ്പോൾ ഇത് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ അതിനെ ആ അർത്ഥത്തിൽ ഏത് രീതിയിലാണോ അത് രൂപകൽപ്പന ചെയ്തത് ആ ഒരു മാനസികമായ വലിയ ഒരു കരുത്തോടുകൂടി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഹൃദയപക്ഷം ചേർന്ന് അതിനെ വീണ്ടും സംരക്ഷിക്കുകയും അതിനെ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തുകയും ചെയ്യാനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. പക്ഷേ അവിടെ അങ്ങനെ ഉണ്ടാകാത്തത് കൊണ്ട് അത് പൊടി പിടിച്ച ഒരവസ്ഥയിലെത്തി. ഇപ്പോൾ വീണ്ടും അടുത്തു വന്ന ഭരണസമിതി വീണ്ടും അത്
കുറച്ചുകൂടി ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ വളരെ സന്തോഷകരമായ കാര്യം, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമൊക്കെ ഈ ഗവേഷണ വിദ്യാർത്ഥികൾ ഇത് കേട്ടറിഞ്ഞ് ഇവിടെ വന്ന് ചില ഉപകരണങ്ങൾ കാണുന്നതിനും അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അതിൻ്റെ ചിത്രമെടുക്കുന്നതിനുമൊക്കെ അവിടെ എത്തി എന്നുള്ളതാണ് വളരെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓണാട്ടുകരക്കാരൻ എന്നുള്ള നിലയിൽ അഭിമാനകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പല സ്കൂളുകളിൽ നിന്നും കുട്ടികൾ അവിടേക്ക് വരാൻ തുടങ്ങി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രയത്നമായിരുന്നു. അവിടെ പുസ്തകമൂല എന്ന് പറഞ്ഞിട്ട് ഓണാട്ടുകരയിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മുഴുവൻ അവിടെ സമാഹരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തു. ഇത് ശരിക്കും കേരളത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സർക്കാർ തന്നെ ഒരു സംവിധാനമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്യുന്നുവെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും അതിന് കൊടുത്തുകൊണ്ട് അത് കേരളത്തിൻ്റെ ഒരു മുഖശ്രീയായി, ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു സാക്ഷ്യമായി അതിനെ നമുക്ക് സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുവാൻ കഴിയണം. ഇങ്ങനെയായിരുന്നു കേരളം എന്ന് നമുക്ക് പറയാൻ കഴിയണം. വന്ന വഴി മറക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മളല്ലാതായി മാറുന്നത്. വന്ന വഴി മറക്കരുത്. ആ വന്ന വഴി കൂടി അടയാളപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങളിലൂടെ. അത് കേരളത്തിൽ ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് സംസ്ഥാന തലത്തിൽ, സർക്കാർ തലത്തിൽ അത് അതിനാവശ്യമായ സാമ്പത്തികമായ ഒത്താശകൾ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ആ കാര്യത്തിൽ കേരളം അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക വകുപ്പ്, സർക്കാർ ഒക്കെ ബദ്ധശ്രദ്ധമാകണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ ഒരു കാഴ്ചപ്പാടും അഭിപ്രായം.